കർണാടകയിൽ നേഴ്സിംഗ് പഠിക്കാൻ പാടുള്ള സ്ഥാപനങ്ങൾ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തട്ടിക്കൂട് തരികിട ഒരു മലയാളികൾ നടത്തുന്ന റഹ്ബത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂർ. നമസ്കാരം, ഞാൻ എം കെ തോമസ്. ഈ റഹ്ബത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പേര് മാത്രമേ ഉള്ളൂ. ഈ റഹ്ബത്ത് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന മറ്റൊന്നുമില്ല. അങ്ങനത്തെ ഒരു കോളേജേ ഇല്ല, അവിടെ പ്രവർത്തിക്കുന്നില്ല. അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, നിങ്ങൾക്കറിയാം, അവിടെ ഇരിക്കുന്ന കുട്ടികൾക്കറിയാം. നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് പ്രവർത്തിക്കേണ്ട ഒരു കോളേജ് ഉണ്ട് അവിടെ. അതിൻ്റെ പേര് ശേഖർ കോളേജ് ഓഫ് നഴ്സിംഗ്. അത് പ്രവർത്തിക്കേണ്ട അങ്ങ് ഗോട്ടിക്കരയിലാണ്. ഗോട്ടിക്കര പ്രവർത്തിക്കേണ്ട കോളേജാണ് ഇവിടെ കൊണ്ട് ഉടായ്പ കൊണ്ട് വെച്ചിരിക്കുന്നത്. മൊത്തം തട്ടിക്കൂട്ട് തരികിട കേസ്. ഈ റഹ്ബത്ത് കോളേജിൻ്റെ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കണം. അതിനകത്ത് ആ പ്രിൻസിപ്പാളിൻ്റെ പേര് വേണ്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ പ്രിൻസിപ്പാൾ ഇതിൽ റഹ്ബത്തിൻ്റെ ഒന്നും പ്രിൻസിപ്പാളല്ല, അവർ ഈ ശേഖർ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ പ്രിൻസിപ്പാളാണ്. അതായത് മലയാളികളെ പറ്റിക്കാനായിട്ട് തട്ടിക്കൂട്ടും. മലയാളിയാണോ, മലയാളി മാനേജ്മെൻറ്റ്, മലയാളി ഫുഡ്, പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ ഇവർ പറയുമ്പോൾ. ചിലർ പറയും കന്യാസ്ത്രീകളാണ്, അച്ഛന്മാരാണ് എന്നും. ക്യാമ്പസിൽ കുർബാന, എന്തെല്ലാം വാഗ്ദാനങ്ങളാ ചെല്ലുന്നതോ. ഒരന്വേഷണം വന്നാൽ ഇത് പൂട്ടിപ്പോ ഉറപ്പാ. ഇല്ലെങ്കിൽ അവരെ മാനേജ്മെൻറ്റ് പറയട്ടെ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചോദിക്കും, നിങ്ങൾ ബിൽഡിംഗ് ഏതാണോ, എവിടാണ്, നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല. നിങ്ങളോട് ആരണ്ടൊക്കെ നിങ്ങൾ അവിടെ വന്ന് കുത്തിയിരിക്കുക. എല്ലാ അധ്യാപകരും ഉണ്ടോ, ക്ലിനിക്കിൽ എവിടാണ് ഇത് ഇരിക്കുന്നതും, ഇപ്പം നിലവിൽ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലവും ഇത് യഥാർത്ഥമായിട്ട് പ്രവർത്തിക്കേണ്ട സ്ഥലവും തമ്മിൽ ഏതാണ്ട് 30-40 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. എല്ലാം വിശദമായിട്ട് അന്വേഷിക്കാതെ പോയ എൻ്റെ പാവം കുട്ടികളെ, അവളുടെ രക്ഷിതാക്കളെ, നിങ്ങളൊന്നും പറയാനില്ല. അതുകൊണ്ട് അവരങ്ങ് പോട്ടെ. ഈ 25-24 അഡ്മിഷൻ എടുക്കാൻ പോകുന്ന എൻ്റെ കേരള സമൂഹമേ ശ്രദ്ധിക്കുക, നോക്കുക, ചോദിക്കണം. അങ്ങ് ഈ നിലവിലുള്ള ഈ സ്ഥലത്തുനിന്ന് ദൂരെ ഇരിക്കുന്ന സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കാൻ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ തന്നിരിക്കുന്ന ഒരു അംഗീകാരത്തിൻ്റെ പേപ്പർ കാണിക്കാൻ പറ. ക്ലിനിക്കിൽ എവിടാ അത് ചോദിക്കുക. മൊത്തം ഫാക്കൽറ്റി ഉണ്ടോ എന്ന് ചോദിക്കുക. എന്നിട്ടൊക്കെ പോയി പഠിക്കുക. നല്ലൊരു നേഴ്സുമാരായിട്ടൊക്കെ വാ. ഇപ്പം അറിയാമല്ലോ, ലോകത്ത് മൊത്തം ഈ നേഴ്സിംഗ് തൊഴിലിൻ്റെ ഡിമാൻഡൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ മുമ്പോട്ടൊക്കെ വന്നാൽ ബാങ്കിലെ വായ്പയൊക്കെ അടയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ അപ്പം കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം, അപ്ഡേറ്റ് ചെയ്യാം. താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റൊക്കെ ഞാൻ പറഞ്ഞ പോലെ. അവിടെ പഠിക്കുന്ന പിള്ളേരും രക്ഷിതാക്കളോ ആണെന്നും പറയും കള്ളന്മാരായ ആരെങ്കിലുമൊക്കെ അല്ല, ശരിക്കുള്ളവർ വന്നാലും ആദ്യം എനിക്ക് അവരുടെ ഡീറ്റെയിൽസ് ഇതിനകത്തൊന്ന് അയച്ചാൽ ഈ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്യണം. എന്നിട്ട് കമൻ്റ് ഇട്ടോ. ഒളിച്ച് ചെയ്ത് കമൻ്റ് അടിക്കാൻ വരണ്ട, മൈൻഡ് ചെയ്തില്ല, മറുപടിയും കിട്ടത്തില്ല. സോ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.